നമസ്കാരം. കലാകാരന്മാരുടെ കൂട്ടായ്മയായ മിപ്പ എന്ന സംഘടന കോഴിക്കോട് ടൗൺ ഹാളിന് മുന്നിൽ ഇന്ന് ഒരു പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ടൗൺ ഹാളുകളും ഓഡിറ്റോറിയങ്ങളും കലാപരിപാടികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ കലാപരിപാടികൾ നടത്താൻ വേണ്ടി കലാകാരന്മാർക്ക് അനുവാദം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തുന്ന ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ലക്ഷം കലാകാരന്മാർ ഇന്ന് തെരുവിലാണ്. മ്യൂസിക് ഇൻസ്ട്രുമെൻ്റൽ പ്ലേയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റൽ കലാകാരന്മാരുടെ സംഘടന ഇന്ന് ഞങ്ങൾ ഇവിടെ കോഴിക്കോട് ടൗൺ ഹാളിൻ്റെ മുന്നിൽ ഒരു പ്രതിഷേധം നടത്തുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കലാകാരന്മാർക്ക് പ്രോഗ്രാം നടത്താനുള്ള എല്ലാ ഹോളുകൾ തുറന്നു തരണം എന്ന് എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോടും ഒപ്പം കലാകാരന്മാരുടെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന കോഴിക്കോട് ടൗൺ ഹാൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ടൗൺ ഹാളിൽ ഇത്ര കലാസ്വാദകരുടെ ടൗൺ ഹാളിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാ ബന്ധുവും നമ്മൾ ഈ സംഘടന ഏറ്റെടുക്കാനൊരു സംഘടന തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ നാട്ടുകാരെ നമ്മുടെ സുഹൃത്തുക്കളായ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ നിമിഷത്ത് പറയാനുള്ളത്. ഇവിടെ മിപ്പ സംഘടനയിൽ നിന്നും സജി ജോൺ മിൽട്ടനാണ് സംസാരിക്കുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ കലാകാരന്മാരുടെ കാര്യത്തിൽ. ഞങ്ങൾക്ക് നല്ല കേരളത്തിൽ മൊത്തം ടൗൺ ഹാൾ ഓഡിറ്റോറിയങ്ങൾ തുറന്നു കൊടുക്കുക ഗവൺമെൻറ്. അത് കലാകാരന്മാരുടെ ചെയ്യുന്ന ഏറ്റവും വളരെ വലിയ ഒരു കാര്യമായിരിക്കും. കാരണം അത്രയും ദയനീയ അവസ്ഥയിലാണ് കലാകാരന്മാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഇതിന് പ്രകാരം എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുക എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രളയവും ഒരു കോവിഡ് മഹാമാരിയും കാരണം കലാകാരന്മാർ വളരെ ദുരിതത്തിലാണ്. എല്ലാ മേഖലയും സാധാരണ രീതിയിലായിട്ടും ഇതുവരെ കലാകാരന്മാരുടെ മേഖല ഒരു തലത്തിലും രക്ഷപ്പെടാനുള്ള രീതിയിൽ ഒരു നിയമങ്ങളൊന്നും വന്നിട്ടില്ല. ആയതിനാൽ എല്ലാ ഓഡിറ്റോറിയങ്ങളും ടൗൺ ഹാളും മറ്റു ഗാനമേളകൾ നടക്കുന്ന സ്ഥലങ്ങളും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത് കലാകാരന്മാരെ രക്ഷിക്കണമെന്നാണ് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റൽ പ്ലേയേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായി എനിക്ക് പറയാനുള്ളത്. ഈ നിലയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കലാകുടുംബം രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് അറിയിക്കാനുള്ളത്. കോഴിക്കോട് ടൗൺ ഹാളിന് മുമ്പിലാണ് ഞങ്ങളുള്ളത്. മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പ്ലേയേഴ്സ് അസോസിയേഷൻ ഞങ്ങൾക്കും മറ്റുള്ള കോവിഡ് കൊണ്ട് കഷ്ടപ്പെടുന്ന മറ്റുള്ള മേഖലകളെല്ലാവർക്കും അവസരങ്ങൾ തുറന്നു കൊടുത്തിട്ടും ഗാനമേള കലാകാരന്മാരെ ഞങ്ങൾക്ക് അവസരം തുറക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംഗീത ഉപകരണങ്ങളും മറ്റും നിരത്തിക്കൊണ്ട് ഞങ്ങളൊരു പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുകയാണ്. ഞങ്ങളെ കുടുംബങ്ങളും ജീവിച്ചു പോട്ടെ, കലാകാരന്മാരുടെ വേദന സർക്കാർ അറിയണം എന്ന മുദ്രാവാക്യത്തോടു കൂടി ഞങ്ങളിവിടെ സർക്കാരിന് മുമ്പിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 7 മാസത്തിലധികമായി കോവിഡ് ഈ ലോകത്ത് വിതച്ച വളരെ പ്രയാസകരമായ അവസ്ഥ
അതിൽ നിന്നും ഘട്ടം ഘട്ടമായി പല മേഖലകളും, ഒട്ടുമിക്ക മേഖലകളും ഭാഗികമായും മുഴുവനായും ഇന്ന് പ്രവർത്തനം തുടങ്ങി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി മുതൽ കേരളത്തിലെ കലാകാരന്മാർ പേരിന് ഒരു വർക്ക് പോലും ഇല്ലാതെ വളരെയധികം കഷ്ടത്തിലും പട്ടിണിയിലുമാണെന്ന കാര്യം നമ്മുടെ അധികൃതർ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വളരെയധികം പ്രയാസകരമായ ഒരവസ്ഥയിൽ നീങ്ങുമ്പോഴും കലാകാരന്മാരെക്കുറിച്ച് പല മേഖലകളെക്കുറിച്ചും വേവലാതിയും പ്രശ്നങ്ങളും സമരങ്ങളും ടി വിയിൽ പരാമർശങ്ങളൊക്കെ വരുമ്പോഴും കലാകാരന്മാരെക്കുറിച്ച് ഇങ്ങനെ ഒരു മേഖല ഈ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്നൊരു കാര്യം, വസ്തുത വിസ്മരിച്ചുകൊണ്ടുള്ള നമ്മുടെ അധികൃതരുടെയും ബന്ധപ്പെട്ടവരുടെയും മാനസികാവസ്ഥയും അവരുടെ നിലപാടും കലാകാരന്മാരെന്ന നിലയ്ക്ക് വളരെയധികം വേദനാജനകമാണ്. നമ്മുടെ കലാകാരന്മാർക്കും അവരുമായി ബന്ധപ്പെട്ട ഫാമിലി, അവരുടെ കുടുംബം, കുട്ടികൾ, ഇത് കണ്ണു തുറന്ന് അധികൃതർ ഈ കലാകാരന്മാരെക്കുറിച്ചുള്ള അവരും ഒരു ജോലിയെടുക്കുന്നവരാണ്, അവരും ഈ നാട്ടിലെ പൗരന്മാരാണ്, അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന രീതിയിൽ മറ്റുള്ള പല മേഖലകളും ഭാഗികമായി തുറന്നു കൊടുത്ത കൂട്ടത്തിൽ കലാകാരന്മാരെ കൂടി പരിഗണിക്കാത്തത് വളരെയധികം ഖേദകരമായ കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മുടെ ടൗണുകളിൽ ടൗൺ ഹാളുകളും മറ്റുള്ള ഓഡിറ്റോറിയങ്ങളും കോവിഡ് മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തിച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അനുമതി ബന്ധപ്പെട്ടവർ കലാകാരന്മാരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും വിസ്മരിക്കപ്പെട്ടു പോയ ഈ ഒരു വിഭാഗത്തിൻ്റെ കഷ്ടതകളും മനസ്സിലാക്കി അനുവദിച്ചു തരണം എന്ന അഭ്യർത്ഥനയുമായി ഒരു പ്രതീകാത്മക പരിപാടി മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് പ്ലേയേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറിയിരിക്കുകയാണ്. അത് അധികൃതരുടെ കണ്ണ് തുറപ്പിക്കും എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ നടത്തി വരികയാണ്. ഇതെല്ലാം കണ്ട് അധികാരികളുടെ കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ഒരു നല്ല വാർത്ത കേൾക്കും എന്ന പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം.